തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം 1000ഓളം വർഷമുണ്ട്. തമിഴ്നാട് രാജാവ് രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 217 അടി മുകളിൽ 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുംഭം. അന്ന് ക്ഷേത്രം പണിയാൻ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരുടെ എല്ലാം പേരുകൾ ഇവിടെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രം പണിയാൻ 60,000 ടൺ ഗ്രാനൈറ്റ് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കരിങ്കൽ കോറി പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. തഞ്ചാവൂരിലെ കാർഷിക സമൃദ്ധിയുമായും ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. എന്തെന്നാൽ ഇവിടുത്തെ കൃഷി വിളവെടുക്കുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ കുംഭത്തിൽ ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുംഭത്തിൻ്റെ നിഴൽ ഒരിക്കലും തറയിൽ പതിക്കില്ല എന്നതാണ്. പതിനാറടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത നന്ദി ശില്പം, അതാണ് മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിൻ്റെ മുഖ്യ ശില്പി കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തഞ്ചാവൂരിലെ പെരിയ കോവിൽ, അങ്ങനെയും ഒരു വിളിപ്പേരുണ്ട്. നിരവധി വിദേശികളും സ്വദേശികളും അന്യസംസ്ഥാനക്കാരും ഒക്കെയാണ് ഇവിടെ ദിനം പ്രതി സന്ദർശിച്ചു മടങ്ങുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് കിലോമീറ്ററുകളോളം ദൂരം മണ്ണിട്ട് ഉയർത്തി അതിൽ കൂടെ ആനകളെ കൊണ്ട് ഓരോ കല്ലും കെട്ടി വലിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.